നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിന്റെ കരകളിലൊന്നായ പുതുപ്പള്ളിക്കുന്നം കരയുടെ പുതിയ നന്ദികേശ ശിരസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഉളികുത്തൽ കർമ്മം നടന്നു. ഞാൻ നൂറാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ്. 16 കരകൾ ഉള്ള 18 കരയുള്ളതിൽ ഇപ്പോൾ 16 കരകൾ സജീവമായി നിൽക്കുന്ന പടനിലം ക്ഷേത്രം 2 ജില്ലകളും 3 വില്ലേജും അടങ്ങുന്ന ഈ ക്ഷേത്രത്തിൻ്റെ വിദൂരതയിലുള്ള ഒരു കരയാണ് പുതുപ്പള്ളിക്കുന്നം കര. ആ കരയുടെ പുതുതായി നിർമ്മിക്കുന്ന ഈ ശിവരാത്രിക്ക് പുതുതായി നിർമ്മിക്കുന്ന നന്ദികേശനെ അതിൻ്റെ ശിരസിൻ്റെ ഉളികുത്തൽ ചടങ്ങായിരുന്നു ഇന്ന്. 25 വർഷം മുമ്പായിരുന്നു അവരുടെ അന്നത്തെ കെട്ടുത്സവം ഉണ്ടായിരുന്നത്. അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് അത് നശിച്ചു പോകുന്ന സമയത്ത് അവർ പുതിയ നന്ദികേശനെ നിർമ്മിക്കുകയാണ്. അത് നിർമ്മിക്കുന്നത് നൂറാടിൻ്റെ പൈതൃകം എന്ന് തന്നെ പറയപ്പെടുന്ന പുലിമയിൽ വിജയനാശാരിയുടെ മകൻ വിഷ്ണു ആണ് നിർമ്മിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവും അവർ കുടുംബം തന്നെ ഇങ്ങനെ നന്ദികേശന്മാരെ നിർമ്മിക്കുകയും വരുന്ന തലമുറകൾ അത് കൈമാറി വരുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ പി ബി ഉത്തമൻ, പടനിലം ക്ഷേത്രഭരണസമിതിയുടെ മുൻ പ്രസിഡന്റും ഇപ്പോൾ പുതുപ്പള്ളിക്കുന്നം കരയുടെ പുതിയ നന്ദികേശ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ നിർമ്മാണ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കൂടിയാണ്. ഞങ്ങൾക്ക് തികച്ചും സന്തോഷമുള്ള കുറേ നാളുകളാണ് ഇനി അങ്ങോട്ട്. ഇന്നതിൻ്റെ തുടക്കമാണ്. ഞങ്ങൾ പുതിയ നന്ദികേശനെ ഈ വർഷം പണിയുന്നു. പുതിയതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ 2000 മുതൽ ഞങ്ങൾക്കൊരു പുതിയ നന്ദികേശൻ ഉണ്ടായിരുന്നു. അത് കാലപ്പഴക്കം കൊണ്ടും അത് ജീർണാവസ്ഥയും കൊണ്ട് പുതിയതിനെ ഞങ്ങളിപ്പോൾ നിർമ്മിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുകയാണ് ഈ ദിവസം. അതിൻ്റെ നിർമ്മാണം നടത്തുന്നത് അതിൻ്റെ നന്ദികേശൻ്റെ ശിലയുടെ അതിൻ്റെ ശില്പി എന്ന് പറയുന്നത് ശ്രീ വിഷ്ണുവാണ്. വിഷ്ണു എന്ന് പറയുന്നത് നമുക്കറിയാം, നൂറനാടിൻ്റെ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട വിഷ്ണു. പാരമ്പര്യമായി നന്ദികേശ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുടുംബത്തിൽ അതിപ്പോൾ ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ശ്രീ വിഷ്ണു. വിജയൻ മേശ്രിയുടെ മകനാണ്. നൂറനാട് മാത്രമല്ല, മധ്യ തിരുവിതാംകൂറിലെ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ നന്ദികേശ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത അറിയാവില്ലേ, ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് നന്ദികേശ ശില്പ പൈതൃക ഗ്രാമമാണ്. സംസ്ഥാന സർക്കാർ അത് നന്ദികേശ ശില്പ പൈതൃക ഗ്രാമമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് ഇത്ര മനോഹരമായ ദൈവികമുള്ള ഇത്തരം ശില്പികളുള്ളത് കൊണ്ടാണ് ഈ നന്ദികേശ ശില്പ പൈതൃക ഗ്രാമമായി ഞങ്ങളുടെ ഗ്രാമത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ അതിനെ കലാവിരുത് കൊണ്ടും കൈവിരുത് കൊണ്ടും അവരുടെ കുടുംബക്കാർ ഈ മേഖലയിൽ വളരെ സജീവമാണ്. നൂറാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലെ ധാരാളം കലകളിലെ കെട്ടുത്സവങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ശ്രീ വിഷ്ണുവാണ്. വിഷ്ണുവോടൊപ്പം ശ്രീ പ്രദീപ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുവും കൂടിയായിട്ടുള്ള പ്രദീപാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ്, വിഷ്ണു ആശാരിയും പ്രദീപ് മേശ്വരിയും കൂടിയാണ് നിർമ്മാണം നടത്തുന്നത്. അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് പൂർണ്ണ വിശ്വാസമാണ്. ഞങ്ങളുടെ നാട്ടുകാരെ സംബന്ധിച്ചും നൂറാടിനെ സംബന്ധിച്ചും ഈ മേഖലയിൽ സജീവ സാന്നിധ്യമാണ്. അവരെ സംബന്ധിച്ച വിശ്വാസമാണ്. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.